യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സുവിശേഷം ഇവിടെ ഘോഷിക്കുകയാണ്. പലർക്കും ഒരു സംശയം വരാം, എന്തിനാണ് ഇവരിങ്ങനെ സമയം ചെലവഴിക്കുന്നത്? വെയിലത്തും മഴയത്തും വീടുകളിലും ചന്തസ്ഥലങ്ങളിലും എന്ന് വേണ്ട എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവന്മാരെ കാണാം. അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്. അതിൻ്റെ സംശയം ഞാൻ നീക്കിത്തരാം. എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്. ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ചവനാണ്. എന്തിനാണ് സുവിശേഷം അറിയിക്കുന്നത്, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് പണിയില്ലാത്തവന്മാരാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊരു ഉത്തരമാണ്. എൻ്റെ പേര് വിജയഗോപാൽ. ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ചവനും. എൻ്റെ ബാല്യകാലം അതികഠിനമായിരിക്കുന്ന ദാരിദ്ര്യത്തിൽ കൂടിയാണ് കടന്നുപോയിരുന്നത്. ആരും എന്നോട് സുവിശേഷം ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ പെന്തക്കോസ്തുകാര് ഈ റോഡറമ്പുകളിലും എവിടെയും ചെന്നിട്ട് ഈ പേപ്പറിൽ എന്തൊക്കെയോ എഴുതി അച്ചടിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴെന്താണ്, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ലാത്തത് കൊണ്ടും നോട്ട് ബുക്ക് ഇല്ലാത്തത് കൊണ്ടും ആ ടീച്ചർമാർ എന്നെ പലപ്പോഴും ഇറക്കി വിട്ടിട്ടുണ്ട്, ക്ലാസ് റൂമിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചത് കൊണ്ടല്ല, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഭക്ഷണം പോലും കഴിക്കാതെയാണ് ക്ലാസ് റൂമിൽ വരുന്നത്. എന്താണ്, ഭക്ഷണമൊക്കെ തിന്ന് കൊഴുത്ത ടീച്ചേഴ്സൊക്കെ വന്നിട്ട് എന്താണ് ഇറങ്ങിപ്പോട റൂമിൽ നിന്ന് ക്ലാസ്സിൽ നിന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വരാന്തയിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ആ വരാന്തയിൽ നിന്ന് പലവട്ടം കരഞ്ഞിട്ടുണ്ട് ബാല്യകാലങ്ങളിൽ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, പെന്തക്കോസ്തുകാരെ ഇങ്ങനെ അന്ന് എനിക്ക് അറിയത്തില്ല, ഇവരാ എന്താ ചെയ്യുന്നതെന്ന് പറയത്തില്ല. എന്തുമാത്രം രൂപയാണ് ഇവരെ നോട്ടീസ് അടിച്ച് നശിപ്പിച്ച് കളയുന്നത്, എന്തുമാത്രം പൈസയാണ് ഇവരിങ്ങനെ നശിപ്പിച്ച് കളയുന്നത്. ആദ്യം ഒരു 100 രൂപ എനിക്ക് എന്തെങ്കിലും എനിക്ക് നോട്ട് ബുക്ക് മേടിക്കാമായിരുന്നല്ലോ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. നോക്ക് പ്രിയരെ, അന്ന് അറിവില്ലായ്മയായിരുന്നു. എന്നാൽ നോക്കുവിന് ഇന്ന് എനിക്ക് കാര്യങ്ങളെ പറ്റി അറിയാം. നോക്കുവിന് എനിക്ക് വീടില്ലായിരുന്നു, എന്നും ചോർന്നൊലിക്കുന്ന ഒരു ചറ്റപ്പുര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവന്മാർക്ക് എനിക്കൊരു വീട് വെച്ച് തന്നുകൂടിയോ? എടാ, ഞാൻ ഇങ്ങനെ ചറ്റപ്പുര കിടക്കുന്നു, ഇവന്മാരിതാ വലിയ ആളൊക്കെ പണിയുന്നു, വലിയ തമ്പാറൊക്കെ അടിക്കുന്നു, മൈക്കൊക്കെ വെച്ചിട്ട് വലിയ ഘോരം പ്രസംഗം നടത്തും. പ്രസംഗമൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, കേട്ട പ്രസംഗമൊന്നും മനസ്സിലായിട്ടുമില്ല. ഇപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ ശാന്തതയോടും ഏത് അക്ഷരാഭ്യാസമില്ലാത്തവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവർ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ വളരെ കുഞ്ഞിലേ ഞാൻ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ പ്രിയരെ, ഈ വീട് വെച്ച് തരാത്തതിൻ്റെ കാര്യം എന്താണ്? ഞങ്ങളോട് ഇന്നലെ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ പൈസയൊക്കെ കൊണ്ടുതണ്ട് ഇന്നാൾക്കൊരു വീട് വെച്ചുകൂടിയോ, ഇന്നാൾക്ക് ഭക്ഷണം മേടിച്ചുകൂടിയോ? അതിൻ്റെ എല്ലാം ഉത്തരമുണ്ട്. അദ്ദേഹത്തിന് അറിയത്തില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ആവട്ടെ, ഞങ്ങളിൽ ഒരുവൻ വീടില്ലാത്ത ഒരുവന് വീട് വെച്ച് തന്നു കൂട്ടിക്കോ. തീർച്ചയായിട്ടും നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു വീട് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ആ വീട് വെച്ച് തരികയാണ്. പക്ഷെ നിങ്ങൾ എന്താണ്, നാളെ മരിച്ചു പോവുകയാണ്. കൂടി വന്ന 1 വർഷമോ 10 വർഷമോ ഒക്കെ അത് ജീവിച്ചിട്ട് മരിച്ചു പോവുകയാണ്. അപ്പോഴെന്താണ്, നിങ്ങൾക്ക് ഞങ്ങൾ വെച്ച് തന്ന ഈ വീട് ഉപേക്ഷിച്ച് നിങ്ങൾ പോവുകയാണ്. ഇനി ഒരു ചോദ്യം, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഭൂമിയിൽ ഞങ്ങൾ തന്ന അല്ലെങ്കിൽ എന്താണ് ഈ പെന്തക്കോസ്തുകാർ വെച്ച് കൊടുത്ത ഒരു വീടില്ലാത്ത ഒരുവൻ താമസിച്ചു, ഇവൻ മരിച്ചു. അല്ലെ, ഭൂമി കുലുക്കത്തിൽ ഈ വീടങ്ങ് തകർന്നും പോയി. ഇനി ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്? മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ ഒരു വീട് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ജീവിതം അത്രയ്ക്കിത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ ഒരു മനുഷ്യൻ നടന്ന സംഭവമാണ്. കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ, ബഹുസമ്പന്നനായിരിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും വെക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിരിക്കുന്ന ഒരു കൊട്ടാരം വെച്ചു. ഈട്ടിത്തടി ഉണ്ടാവും വെച്ചത് കേട്ടോ, മുഴുവൻ ഈട്ടിത്തടിയുടെ പാനലാണ്. എത്ര മനോഹരമതല്ലേ, പോളിഷൊക്കെ ചെയ്തിട്ട് താൻ അതിനകത്ത് രാജാവായിട്ട് ഇരിക്കുകയാണ്. കയറി താമസം കഴിഞ്ഞിട്ട് 2 or 3 ദിവസമായിട്ടുള്ളൂ. ആൾക്കാരെല്ലാം വിളിച്ച് തൻ്റെ മഹാപ്രതിഭ തനിക്ക് കാണിച്ചു കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. ആ ഡോക്ടേഴ്സിനെയൊക്കെ മാറി കണ്ടപ്പോൾ മനസ്സിലായി, ഞാൻ ഈ വെല്ലൂരിന് പോകണമെന്ന് പറഞ്ഞു, ചില ഗുരുതരമാണെന്ന് പറഞ്ഞു. ഈ യൗവനക്കാരനായിരിക്കുന്നവൻ വെല്ലൂർ ചെന്നു. വെല്ലൂർ ഡോക്ടർമാർ ഇവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, വൈകിപ്പോയിരിക്കുന്നു, നിനക്കിനി അധികം, നേരിട്ട് പറഞ്ഞു, അധികം ആയുസില്ല, ഒരു കാര്യം ചെയ്യുക, നാട്ടിൽ പോയി വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിട്ട് വാ, ഞങ്ങളൊന്ന് നോക്കാം, കാരണം പൈസ ഒത്തിരി ഉള്ളവനാണ്, ഞങ്ങൾക്ക് പൈസയും കിട്ടും. അങ്ങനെ ഇവൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. എന്നിട്ട് തൻ്റെ മനോഹരമായിരിക്കുന്ന ഈട്ടിത്തടിയും കൊണ്ട് സൃഷ്ടിച്ച വീട്ടിലെ ഓരോ മുറിയിലും കടന്നു എന്ന് കണ്ണുനീരോടുകൂടെ ഓരോ മുറിയിലും ചുംബനം ചെയ്തിട്ട് ഇവൻ എന്താണ് തിരിച്ച് വെല്ലൂര് പോയി. അവിടെ വെച്ച് ഇവൻ മരിച്ചു. നമുക്ക് പ്രിയരെ, ഒരു വീട് കിട്ടിയാലും ഒരു ചക്രവർത്തി ആയാലും ഇത്രയുമേ ഉള്ളൂ. എന്നാൽ മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥമായിരിക്കുന്നത് നമ്മുടെ ജീവിതം. അതിന് എത്ര കോടി വർഷമുണ്ടെന്നുള്ളതിന് കണക്കില്ല. അവസാനമില്ലാത്ത ഒരു ജീവിതം മരിച്ചതിന് ശേഷമുണ്ട്. ആകയാൽ നോക്കുവിന്, ഞങ്ങൾ പെന്തക്കോസ്തുകാര് ഇങ്ങനെ മരിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു വീടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ, കോടാനുകോടി വർഷം കഴിഞ്ഞാലും തീർന്നു പോകാത്ത ഒരു നല്ല ഭവനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ കാണിച്ചു തരിക മാത്രമാണ്. അതാണ് പ്രിയരെ, ഞങ്ങളുടെ ഉള്ള വീടൊക്കെ വിറ്റിട്ടാണെങ്കിലും ആ പണം കൊടുത്ത് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നതിന്റെ കാര്യം, നിത്യതയിൽ മരണാനന്തരം ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഭവനം ഉണ്ടാകണം. അത് എന്നേക്കും സ്ഥിരമാണ്. അത് നശിച്ചു പോകുന്നതോ
കുലുങ്ങി തകർന്നു പോകുന്നതോ ഒന്നുമല്ല. അത് സ്ഥിരമായിരിക്കുന്ന ഒരു ഭവനം നിങ്ങൾക്ക് ഉണ്ട് എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഈ വീട്ടിൽ, ഈ ലോകത്തിൽ വെച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണം സന്തോഷകരമാണ്, അല്ലയോ? നമ്മളൊരു പുതിയ വീട് വെച്ചിട്ട് പഴയ ചെറ്റക്കുടിൽ നിന്ന് കയറി താമസിക്കുന്ന ദിവസം നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഇത്രയും നാളും ഈ ചെറ്റക്കുടിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ, അല്ലെങ്കിൽ എന്താണ് പന്നിയും അല്ലെങ്കിൽ എലിയൊക്കെ കയറി ആക്രമിക്കുന്ന ഈ വീട്ടിൽ ഞങ്ങൾ കിടന്നു. ഇതാ ഞങ്ങൾ മനോഹരമായിരിക്കുന്ന ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്, പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ദിവസം, ഗൃഹപ്രവേശ ദിവസം എത്രമാത്രം സന്തോഷകരമാണ്. അതുകൊണ്ട് പ്രിയരെ, മരിച്ചതിന് ശേഷം നമുക്ക് നിത്യമായിരിക്കുന്ന ഒരു ഭവനം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ഭവനമുണ്ടെന്നും ആ ഭവനം നിങ്ങൾക്ക് വേണ്ടി പേർ ചാർത്തി തരുവാൻ, പേരിൽ കൂട്ടി കിട്ടുവാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ആവട്ടെ, ഈ ഭവനം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവോ? ക്രിസ്തീയ മതവിശ്വാസികളെ, പുരോഹിതന്മാരെ, ഈ നിത്യമായിരിക്കുന്ന ഭവനം നിങ്ങൾക്ക് ഇന്നവരെ കിട്ടിയെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടെന്നൊരു അറിവുണ്ട്, പക്ഷേ കിട്ടിയെന്നൊരു ഉറപ്പില്ല എങ്കിൽ നിങ്ങൾ പാപികളും ദോഷികളുമായതുകൊണ്ട് അവിടെ ലഭിക്കത്തുമില്ല. പാപികൾക്കും ദോഷികൾക്കും വേണ്ടി സ്വർഗത്തിലൊരു ഭവനമില്ലതാനും. എന്നാൽ നോക്കൂ, ഞാനൊരു ഹിന്ദുമത വിശ്വാസിയായിരുന്നല്ലോ. ഹിന്ദുമത വിശ്വാസികൾ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ചോദിച്ചോട്ടെ, നമുക്കൊരു മരണമുണ്ട്, മരിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിത്യമായിരിക്കുന്ന ഈ ഭവനം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഞങ്ങളുടെ വാക്ക് കേട്ടോളൂ. അപ്പോൾ പറഞ്ഞല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് പണവും സമയവും മുടക്കി ഞങ്ങൾ തെരുവോരങ്ങളിൽ നിൽക്കുമ്പോൾ അനേകർ ഞങ്ങളെ ചീത്ത വിളിക്കാറുണ്ട്. ഒരു പണിയുമില്ലാത്തവനെന്ന് ഒരു പ്രസംഗം കഴിയുമ്പോൾ 1-2 പേരെങ്കിലും ചില പ്രസംഗങ്ങളിൽ ഒന്ന് കൂകി ആർത്തുകൊണ്ടോ, അല്ലെങ്കിൽ എന്താണ് പരിഹസിച്ചുകൊണ്ടോ, അല്ലെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി പറഞ്ഞുകൊണ്ടോ കടന്നു പോകാത്ത പ്രസംഗങ്ങൾ കുറവാണ്. എന്താണ്? അദ്ദേഹത്തിന് അറിവില്ലായ്മയാണ്. ഞങ്ങളും പണ്ട് പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പാസ്റ്ററിന്റെ മകൻ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. അവൻ്റെ പേര് സിബി എന്നാണ്. അവൻ ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ 34ാമത്തെ വയസ്സിലാണ്, അതായത് 10ാമത്തെ വയസ്സിലാണ് ഇവൻ എൻ്റെ കൂടെ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 34ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിനെ അറിയുന്നത്. ഇവൻ മാത്രമേ ഉള്ളൂ ഒരു പെന്തക്കോസ്റ്റുകാരന്. ഇവൻ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഞങ്ങളങ്ങ് ചുറ്റും കൂടും കേട്ടോ. ഞങ്ങളെല്ലാവരും, അതായത് മർത്തോവക്കാരും കത്തോലിക്കരും ഹിന്ദുക്കളുമായിരിക്കും, ഞങ്ങളെല്ലാവരും ഇവന്റെ ചുറ്റും കൂടി ഞങ്ങൾ കൈയടിച്ച് പാടാൻ തുടങ്ങും. പെന്തക്കോസ്റ്റിൽ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പാടാൻ കൊള്ളത്തില്ല. ഈ വാക്കൊക്കെ വെച്ച് പാടി കപ്പയും മീനും ഒക്കെ തിന്നണം എന്ന് പറഞ്ഞ് ഇവനെ കരയിപ്പിക്കും. അവസാനം ഇവനങ്ങ് കരയും. അപ്പോൾ ഞങ്ങൾ പറയും, ഞാൻ പറയാടാ, മതി നിർത്തിയാക്കുക. അപ്പോൾ എനിക്ക് അവരുടെ മനസ്സരിവ് തോന്നും. ഇത് അടുത്ത ദിവസവും ആവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, 34 അല്ലെങ്കിൽ 21 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 34ാമത്തെ വയസ്സിൽ ഞാൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് ഒരു മരണത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. അഹങ്കാരവും ഉന്നതഭാവവും സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെയും തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് നടന്നത് വഴി എൻ്റെ പാപത്തിന്റെ ഭയങ്കരത്വ നിമിത്തം ഏതാണ്ട് 21 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. ഉപദേശിമാരെ ഞാൻ അല്പം പരിഹാസത്തോടൊക്കെയാണ് കണ്ടിരുന്നത് കേട്ടോ. ഒരു പണിയുമില്ലാത്തവൻ, ഞാനും പറഞ്ഞിട്ടുണ്ട്, ഒരു പണിയുമില്ലാത്തവൻ വെറുതെ തിന്നു കൊഴുക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ പൈസ കളിപ്പിച്ച് തിന്നാൻ വേണ്ടി. പ്രിയരെ, ഇതിനകത്ത് വന്നപ്പോഴല്ലേ അറിഞ്ഞത്, ഓരോരുത്തരും അവന്റെ സകല സമ്പത്തും വിറ്റ് ഈ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പ്രിയരെ, ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ പെട്രോൾ അടിക്കേണ്ടിയോ, അതിന് പൈസ എവിടെ നിന്ന് കിട്ടും? തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്വത്ത് വിറ്റാലാണ് ചിലപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അറിവില്ലായ്മകളെ കിച്ചറിന്ന് മാറ്റി ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ അല്പനേരം ഗ്രഹിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.